ഹലോ എവരിവൺ. നടുവിന്റെ വേദന തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വരുന്നത് ഡിസ്ക് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പേടിക്കേണ്ട വേദനയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജസ്റ്റ് നടുവിന്റെ വേദന വരിക എന്നുള്ളത് പേടിക്കേണ്ട. പക്ഷെ നടുവിന്റെ വേദന തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അത് നമ്മൾ ഡിസ്കിന്റെ തള്ളിച്ച ഉണ്ടായിട്ട് അത് ഞരമ്പിനെ ചെന്ന് തിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പൊ അതിന്റെ പേരാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, നമുക്ക് നടുവേദനയുണ്ട്, അത് തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നട്ടെല്ല് ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നട്ടെല്ലിരിക്കുന്നത് എല്ലുണ്ട്, ഡിസ്ക് ഉണ്ട്, എല്ലുണ്ട്, ഡിസ്ക് ഉണ്ട്, എല്ലുണ്ട്, ഡിസ്ക് ഉണ്ട്. ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡിസ്കിന് തെന്നിച്ച ഉണ്ടാവുകയാണ്. ഇത് മുൻവശമാണ്, അതുപോലെ തന്നെ ഇതാണ് പുറകുവശം. ഇവിടെയാണ് നമ്മൾ തൊട്ട് നോക്കുന്നത്. സ്പൈനൽ ടെൻഡർനെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഡിസ്കിന് തെന്നിച്ച ഉണ്ടാവുകയാണെങ്കിൽ ഈ ഡിസ്ക് പുറകോട്ട് വരും, ഇതുപോലെ പുറകോട്ട് തള്ളപ്പെടും. പുറകോട്ട് തള്ളപ്പെടുമ്പോൾ ഇതുപോലുള്ള ഞരമ്പി ചെന്നത് തിക്കും. ആ ഞരമ്പി ചെന്ന് തിക്കുമ്പോൾ നമുക്ക് ആ വേദന പതുക്കെ തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വേദന വരുന്ന പോലെ തോന്നും. അതാണ് നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വേദന നമ്മൾ ഒട്ടും നിസ്സാരമായി കരുതരുത്. നടുവിൻ്റെ സിമ്പിൾ വേദന പോലെ അല്ല, നടുവിൻ്റെ വേദന കാലിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ